പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് PSC പരീക്ഷകളിൽ ചോദിക്കുന്ന കേരളത്തിലെ ആരോഗ്യ സാമൂഹിക ക്ഷേമ ബോധവൽക്കരണ പദ്ധതികൾ എന്ന ഭാഗത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാം. നോക്കാം. ആദ്യത്തെ ഒരു പദ്ധതിയാണ് അഭയ. എന്താണ് അഭയ പദ്ധതി? അതായത് നിർധനരായ രോഗികൾക്ക് ഉച്ചഭക്ഷണം നൽകുന്ന പദ്ധതിയാണ് അഭയ. അപ്പോൾ അഭയ എന്ന് പറയുന്ന പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിർധനരായ രോഗികൾക്ക് ഉച്ചഭക്ഷണം നൽകുന്ന പദ്ധതിയാണ് ഏത്? അഭയ. അഭയ പദ്ധതി നിർധനരായ രോഗികൾക്ക് ഉച്ചഭക്ഷണം നൽകുന്ന പദ്ധതിയാണ് അഭയ. അടുത്തത് ഏതാണ്? ആശ്വാസകിരണം. അപ്പോൾ ആശ്വാസകിരണം നമ്മുടെ കേരള സർക്കാരിന്റെ ഒരു പദ്ധതിയാണ്. അതായത് രോഗശയ്യയിൽ കിടക്കുന്ന രോഗികളെ പരിചരിക്കുന്നവർക്കുള്ള പ്രതിമാസ ധനസഹായ പദ്ധതിയാണ്. അപ്പൊ ഇത് രോഗശയ്യയിൽ കിടക്കുന്ന രോഗികളെ പരിചരിക്കുന്നവർക്ക് കൊടുക്കുന്ന ഒരു പ്രതിമാസ ധനസഹായ പദ്ധതിയാണ് ആശ്വാസകിരണം. അഭയ നിർധനരായ രോഗികൾക്കുള്ള ഉച്ചഭക്ഷണം നൽകുന്ന പദ്ധതി അഭയ. ആശ്വാസകിരണം എന്ന് പറയുന്നത് രോഗശയ്യയിൽ കിടക്കുന്ന രോഗികളെ പരിചരിക്കുന്നവർക്ക് കൊടുക്കുന്ന ഒരു പ്രതിമാസ ധനസഹായ പദ്ധതിയാണ്. അടുത്ത പദ്ധതി ഏതാണ്? ആരോഗ്യകിരണം. ആരോഗ്യകിരണം എന്ന് പറയുന്ന പദ്ധതി ഇതൊരു സൗജന്യ ചികിത്സാ പദ്ധതിയാണ്. അത് കുട്ടികൾക്കുള്ള, അതായത് 18 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക്, അതായത് ഹൃദ്രോഗം, ക്യാൻസർ, വൃക്കരോഗം ഉൾപ്പെടെ എല്ലാ രോഗങ്ങൾക്കും ഇത് APL BPL വ്യത്യാസമില്ലാതെ സർക്കാർ ആശുപത്രികളിലൂടെ നൽകുന്ന സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്ന ഒരു പദ്ധതിയാണ്. കുട്ടികൾക്ക് 18 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നൽകുന്ന ഒരു സൗജന്യ ചികിത്സാ പദ്ധതിയാണ്. അത് APL BPL വ്യത്യാസമൊന്നുമില്ലാതെ സർക്കാർ ആശുപത്രികളിലൂടെ നൽകുന്ന സൗജന്യ ചികിത്സാ പദ്ധതിയാണ് ആരോഗ്യകിരണം. ആശ്വാസകിരണം വേറെയാണ്, പേര് രണ്ടും ഒരുപോലെയാണ്, മാറിപ്പോകരുത്. ആശ്വാസകിരണം എന്ന് പറയുന്നത് രോഗശയ്യയിൽ കിടക്കുന്ന രോഗികളെ പരിചരിക്കുന്നവർക്ക് കൊടുക്കുന്ന പ്രതിമാസ ധനസഹായ പദ്ധതിയാണ് ആശ്വാസകിരണം. ആരോഗ്യകിരണം ഒരു നമ്മുടെ കുട്ടികൾക്കുള്ള സൗജന്യ ചികിത്സാ പദ്ധതിയാണ് ആരോഗ്യകിരണം. അതുപോലെ നമ്മൾ കേട്ടിട്ടുണ്ട് കാരുണ്യം. കാരുണ്യം എന്ന് പറയുന്ന പദ്ധതി ഇത് മാരക രോഗം, അതായത് ക്യാൻസർ, ഹൃദയരോഗം, വൃക്കരോഗം, ഹീമോഫീലിയ തുടങ്ങിയ രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്നവർക്കുള്ള ചികിത്സാ സഹായ പദ്ധതിയാണ് കാരുണ്യം. മാരക രോഗങ്ങൾ ബാധിച്ച് ദുരിതം അനുഭവിക്കുന്നവർക്കുള്ള ചികിത്സാ പദ്ധതിയാണ് കാരുണ്യം. അതുപോലെ ചിസ് അഥവാ ചിയാക്ക് എന്ന് പറയുന്ന ഒരു പദ്ധതിയുണ്ട്. ചിസ് അഥവാ ചിയാക്ക്, അതായത് നിർധനരായ രോഗികൾക്കുള്ള സൗജന്യ ചികിത്സാ പദ്ധതിയാണ് ചിസ് അല്ലെങ്കിൽ ചിയാക്ക് എന്ന് പറയുന്നത്. അവർക്ക് 70,000 രൂപ വരെ സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്ന ഒരു പദ്ധതിയാണ്. 70,000 രൂപ വരെയുള്ള ചികിത്സാ സഹായം അവർക്ക് കൊടുക്കുന്ന പദ്ധതിയാണ് ചിസ് അഥവാ ചിയാക്ക്. മറ്റൊരു പദ്ധതിയുണ്ട് താലോലം. എന്താണ് താലോലം പദ്ധതി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇതും ഒരു സൗജന്യ ചികിത്സാ പദ്ധതിയാണ്. മാരക രോഗങ്ങൾ ബാധിച്ച 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കുള്ള സൗജന്യ ചികിത്സാ പദ്ധതിയാണ് താലോലം. 18 വയസ്സ് വരെയുള്ള മാരക രോഗങ്ങൾ ബാധിച്ച കുട്ടികൾക്കുള്ള സൗജന്യ ചികിത്സാ പദ്ധതിയാണ് താലോലം. പിന്നെ അതുപോലെ ഒരെണ്ണം അമ്മത്തൊട്ടിൽ. എന്താണ് അമ്മത്തൊട്ടിൽ എന്ന പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? സാമൂഹിക ക്ഷേമ വകുപ്പിന്റെ കീഴിലുള്ള ഒരു പദ്ധതിയാണ് ഈ അമ്മത്തൊട്ടിൽ. സാമൂഹിക ക്ഷേമ വകുപ്പിന്റെ കീഴിൽ അനാഥരായ നവജാത ശിശുക്കളെ ഏറ്റെടുക്കാൻ നടപ്പിലാക്കിയ പദ്ധതിയാണ് അമ്മത്തൊട്ടിൽ. സാമൂഹിക ക്ഷേമ വകുപ്പിന്റെ പദ്ധതിയാണ്. അനാഥരായ കുട്ടികളെ ഏറ്റെടുത്ത് അവരെ സംരക്ഷിക്കുന്ന ഒരു പദ്ധതിയാണ് അമ്മത്തൊട്ടിൽ. അതുപോലെ ഹങ്കർ ഫ്രീ സിറ്റി. ഈ പദ്ധതി നമ്മുടെ കോഴിക്കോട് നഗരത്തിൽ നടപ്പാക്കിയ ഒരു പദ്ധതിയാണ് ഹങ്കർ ഫ്രീ സിറ്റി എന്ന് പറയുന്ന പദ്ധതി. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഒക്കെ സൗജന്യമായി ഭക്ഷണം നൽകാൻ വേണ്ടിയിട്ട് നമ്മുടെ കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയാണ് ഹങ്കർ ഫ്രീ സിറ്റി. ഹങ്കർ ഫ്രീ സിറ്റി എന്ന് പറയുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വരുന്ന രോഗികൾക്കും അവരുടെ കൂട്ടിരിപ്പുകാർക്കും ഒക്കെ സൗജന്യ ഭക്ഷണം നൽകുന്ന പദ്ധതിയാണ് ഹങ്കർ ഫ്രീ സിറ്റി. അപ്പോൾ ഈ പദ്ധതി നടപ്പിലാക്കിയതോടുകൂടി കോഴിക്കോട് നഗരം ഇന്ത്യയിലെ ആദ്യത്തെ വിശപ്പ് രഹിത നഗരമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടു. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ വിശപ്പ് രഹിത നഗരമാണ് കോഴിക്കോട്. അപ്പൊ അത് ആ പദ്ധതി കോഴിക്കോട് അങ്ങനെ വിശപ്പ് രഹിത നഗരമായത് ഹങ്കർ ഫ്രീ സിറ്റി എന്ന പദ്ധതി നടപ്പാക്കിയത് വഴിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ വിശപ്പ് രഹിത നഗരമായിട്ട് കോഴിക്കോട് മാറിയത്. അടുത്ത പദ്ധതിയാണ് വയോമി. ഈ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെയാണ് ഈ പദ്ധതി ആരെ ഉദ്ദേശിച്ചാണ്? മുതിർന്ന പൗരന്മാരെ, അതായത് 65 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കുള്ള ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുന്ന ഒരു പദ്ധതി. ഈ പദ്ധതി നടപ്പാക്കുന്നത് സാമൂഹ്യ സുരക്ഷാ മിഷനാണ്. അപ്പോൾ നമ്മുടെ 65 വയസ്സിന് മുകളിൽ പ്രായമായവർക്കുള്ള ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുന്ന പദ്ധതിയാണ് വയോമിത്രം.
വയോമിത്രം പദ്ധതി ഒരു ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കുന്ന ആരോഗ്യ പരിരക്ഷാ പദ്ധതിയാണ്. സാമൂഹ്യ സുരക്ഷാ മിഷൻ വഴി നടപ്പാക്കുന്ന പദ്ധതിയാണ് വയോമിത്രം. മറ്റൊന്ന് അമൃതം ആരോഗ്യം. എന്താണ് അമൃതം ആരോഗ്യം പദ്ധതി? അമൃതം ആരോഗ്യം പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെയാണ് ഒരു ആരോഗ്യക്ഷേമ പദ്ധതിയാണ്. അതായത് നമ്മുടെ വർദ്ധിച്ചു വരുന്ന ജീവിതശൈലി രോഗങ്ങൾ, നമുക്കറിയാം ഇപ്പോൾ ഒരു ഏകദേശം എല്ലാ ആൾക്കാർക്കും ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ പോലെയുള്ള ജീവിതശൈലി രോഗങ്ങൾ മൂലം ബുദ്ധിമുട്ടുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇത്തരം വർദ്ധിച്ചു വരുന്ന ജീവിതശൈലി രോഗങ്ങളിലേക്ക് നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ സംസ്ഥാന സർക്കാരും അതുപോലെ ആരോഗ്യ വകുപ്പും ചേർന്ന് നടപ്പാക്കുന്ന പദ്ധതിയാണ്. അതോടൊപ്പം ദേശീയ ആരോഗ്യ ദൗത്യവും സംയുക്തമായിട്ടാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത്. ആരൊക്കെയാണ്? സംസ്ഥാന സർക്കാരും ആരോഗ്യ വകുപ്പും ദേശീയ ആരോഗ്യ ദൗത്യവും ചേർന്ന് നടപ്പാക്കുന്ന ഒരു പദ്ധതിയാണ് അമൃതം ആരോഗ്യം. ലക്ഷ്യം ജീവിതശൈലി രോഗങ്ങളെ നിയന്ത്രിക്കുക എന്നതാണ് ഈ അമൃതം ആരോഗ്യം പദ്ധതി കൊണ്ട് ലക്ഷ്യമിടുന്നത്. മറ്റൊരു പദ്ധതി ഏതാണെന്ന് നോക്കാം. ശ്രുതി തരംഗം. അപ്പോൾ ഇതാണ് ശ്രുതി തരംഗം എന്ന പദ്ധതി. ഇത് നമ്മുടെ കുട്ടികൾക്ക് സമ്പൂർണ്ണ കോക്ലിയർ ഇംപ്ലാന്റേഷൻ ചികിത്സ നൽകുന്ന പദ്ധതിയാണ്. അതായത് ശ്രവണ വൈകല്യമുള്ള കുട്ടികൾക്കുള്ള സമ്പൂർണ്ണ കോക്ലിയർ ഇംപ്ലാന്റേഷൻ ചികിത്സാ പദ്ധതിയാണ് ശ്രുതി തരംഗം. ശ്രവണ വൈകല്യമുള്ള കുട്ടികൾക്കുള്ള സമ്പൂർണ്ണ കോക്ലിയർ ഇംപ്ലാന്റേഷൻ ചികിത്സാ പദ്ധതിയാണ് ശ്രുതി തരംഗം. ഓക്കെ, ഒന്നുകൂടി നോക്കാം. അഭയ എന്ന് പറയുന്നത് നിർധനരായ രോഗികൾക്ക് ഉച്ചഭക്ഷണം നൽകുന്ന പദ്ധതിയാണ് അഭയ. ആശ്വാസകിരണം എന്താണ്? രോഗശൈലിയിൽ കിടക്കുന്ന രോഗികളെ പരിചരിക്കുന്നവർക്കുള്ള ധനസഹായ പദ്ധതിയാണ് ആശ്വാസകിരണം. അതുപോലെ ആരോഗ്യകിരണം എന്നത് നമ്മുടെ 18 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഹൃദ്രോഗം, ക്യാൻസർ, വൃക്കരോഗമൊക്കെയുള്ള കുട്ടികൾക്ക് സർക്കാർ ആശുപത്രികളിലൂടെ സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്ന പദ്ധതിയാണ് ആരോഗ്യകിരണം. അതുപോലെ കാരുണ്യം എന്ന് പറയുന്നത് ക്യാൻസർ, ഹൃദ്രോഗം, വൃക്കരോഗം, ഹീമോഫിലിയ പോലെയുള്ള രോഗങ്ങൾ മൂലം ബുദ്ധിമുട്ടുള്ളവർക്കുള്ള ചികിത്സാ സഹായ പദ്ധതിയാണ് കാരുണ്യം. ചിയാക്ക് എന്ന പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതൊരു സൗജന്യ ചികിത്സാ പദ്ധതിയാണ്. നിർധനരായ രോഗികൾക്ക് 70,000 രൂപ വരെ ധനസഹായം നൽകുന്ന പദ്ധതിയാണ്. അതുപോലെ താലോലം നമ്മുടെ കുട്ടികൾ 18 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് മാരക രോഗങ്ങൾ മൂലം ബുദ്ധിമുട്ടുന്ന കുട്ടികൾക്കുള്ള ചികിത്സാ പദ്ധതിയാണ് താലോലം. അമ്മത്തൊട്ടിൽ നമുക്കറിയാം, സാമൂഹ്യ ക്ഷേമ വകുപ്പിന്റെ പദ്ധതി. അനാഥരായ നവജാത ശിശുക്കളെ സംരക്ഷിക്കുന്ന പദ്ധതിയാണ് അമ്മത്തൊട്ടിൽ. ഹങ്കർ ഫ്രീ സിറ്റി കോഴിക്കോട് നഗരത്തിൽ നടപ്പാക്കിയ പദ്ധതിയാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കുമുള്ള സൗജന്യ ഭക്ഷണം നൽകുന്ന പദ്ധതിയാണ്. ഈ പദ്ധതി നടപ്പാക്കിയതോടുകൂടി കോഴിക്കോട് ഇന്ത്യയിലെ ആദ്യത്തെ വിശപ്പ് രഹിത നഗരമായിട്ട് കോഴിക്കോട് മാറി. അതുപോലെ വയോമിത്രം മുതിർന്ന പൗരന്മാർക്ക് വേണ്ടി 65 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ആരോഗ്യ പരിരക്ഷാ പദ്ധതിയാണ് വയോമിത്രം. അതുപോലെ അമൃതം ആരോഗ്യം ജീവിതശൈലി രോഗങ്ങളെ നിയന്ത്രിക്കുന്ന പദ്ധതിയാണ് അമൃതം ആരോഗ്യം. ശ്രുതി തരംഗം നമുക്കറിയാം, കോക്ലിയർ ഇംപ്ലാന്റേഷൻ ചികിത്സാ പദ്ധതിയാണ് കുട്ടികൾക്കുള്ള പദ്ധതി ശ്രുതി തരംഗം. കുറച്ചധികം സാമൂഹ്യക്ഷേമ പദ്ധതികൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനിയും പഠിക്കാനുണ്ട്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.